അർത്ഥമല്ല, കേവല സൂചന മാത്രം. ഈ നാടകം ലോകത്തിന്നോളം പ്രതികരിക്കാൻ ശക്തിയില്ലാതെ അസ്വീകാര്യമായതിനെ പുൽകേണ്ടി വരുന്ന നിസ്സഹായന്റെ ശപിക്കപ്പെട്ട വിധിയുടെ ആത്മരോദനമാണ്. നാബോത്തിന്റെ നൊമ്പരങ്ങൾ. നമ്മുടെ വഞ്ചിയതാ കൈക്കൊട്ടു പോകുന്നു, കുക്കുടകൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ. എല്ലെല്ലും ഏലേലോ, എല്ലെല്ലും ഏലേലോ, ഏലേലോ, എല്ലെല്ലും ഏലേലോ. നമ്മുടെ വഞ്ചിയതാ കൈക്കൊട്ടു പോകുന്നു, കുക്കുടകൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ. എല്ലെല്ലും ഏലേലോ, എല്ലെല്ലും ഏലേലോ, ഏലേലോ, എല്ലെല്ലും ഏലേലോ. ചക്കുകറക്കുന്നുണ്ടേ ചെമ്പരുന്താകാശത്തിൽ, ചാന്തിന്റെ പൊട്ടലിഞ്ഞേ കടൽ കാവിഞ്ഞൊറിഞ്ഞുടുത്തെ. എല്ലെല്ലും ഏലേലോ, എല്ലെല്ലും ഏലേലോ, ഏലേലോ, എല്ലെല്ലും ഏലേലോ. ചാകരക്കോളു കണ്ട ചങ്കു പിടയ്ക്കും പോലെ ചാടുന്നുണ്ടോടുന്നുണ്ടേ തോണി നടുക്കടലിൽ. എല്ലെല്ലും ഏലേലോ, എല്ലെല്ലും ഏലേലോ, ഏലേലോ, എല്ലെല്ലും ഏലേലോ. ചാകരക്കോളു കണ്ട ചങ്കു പിടയ്ക്കും പോലെ ചാടുന്നുണ്ടോടുന്നുണ്ടേ. ഇത്തിരി ഭൂമി നീ ഒത്തിരി അത്ഭുതങ്ങൾ കാട്ടുന്നു. അതിനുദാഹരണമാണ് അനുഗ്രഹീതമായ ഈ മുന്തിരിത്തോട്ടം. ഈ മനോഹരമായ കാഴ്ച ആരിലാണ് കവിഹൃദയം ഉണ്ടാക്കാത്തത്? നിറയെ നക്ഷത്രങ്ങൾ മിഴിചിമ്മുന്ന ശാന്തമായ ആകാശം പോലെയാണ് നിന്റെ ഈ കൃഷിയിടം. എത്ര കരുത്തുള്ള മുന്തിരിച്ചെടികൾ, ഫലത്തിന്റെ ഭാരം കൊണ്ട് ചാഞ്ഞു കിടക്കുന്ന ശാഖകൾ. ഒരു കൃഷിക്കാരന് തന്റെ അധ്വാനത്തിന് ചാരിതാർത്ഥ്യമേകാൻ ഇതിനപ്പുറം മറ്റെന്തു വേണം? അനുഗ്രഹീതരാണ് നീയും നിന്റെ കുടുംബവും. ഞങ്ങൾ അതിന് സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാൽ അസൂയ ഉളവാക്കുന്നതാണ് നാബോത്തിന്റെ മുന്തിരിത്തോപ്പ്. ഇസ്രായേൽ താഴ്വാരങ്ങളിൽ മേയുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് കുടമണി ചാർത്തിയതുപോലെ അഴകാർന്ന മുന്തിരിക്കുലകൾ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ ആ കാഴ്ച തന്നെ എത്രയോ ചേതോഹരം. നീ ശരിക്കും ഭാഗ്യവാനാണ് നാബോത്ത്. എല്ലാം കരുണാമയനായ യാഹ്വയുടെ അനുഗ്രഹം, പിന്നെ എന്റെ മക്കളുടെയും ഭാര്യയുടെയും നിതാന്ത അധ്വാനവും. ഇക്കുറി മഴ വേണ്ടത്ര കിട്ടിയില്ല. ഞാറ്റുവേല ചതിച്ചോ എന്ന് ശങ്കിക്കണം. തോൽക്കാൻ എന്റെ മക്കളും ഭാര്യയും തയ്യാറില്ല. കണ്ടില്ലേ എന്റെ മക്കളുടെ ഉത്സാഹം, ഭാര്യയുടെ ശ്രദ്ധ. അവൾക്ക് ഓരോ മുന്തിരിച്ചെടിയും അവളുടെ മക്കൾക്ക് തുല്യമാണ്. ഭർത്താവിന്റെ മനമറിഞ്ഞ് അതിനൊപ്പം നിൽക്കുന്ന ഭാര്യ, അപ്പന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ചു ചേർക്കുന്ന മക്കൾ. നാബോത്ത്, നീ ഭൂമിയിൽ തന്നെ സ്വർഗസഭാഗ്യം അനുഭവിക്കുന്ന അപൂർവ മനുഷ്യരിൽ ഒരാളാണ്. കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അത് പകരുന്ന ശക്തി അപാരമാണ്. അതാണ് എന്റെ കരുത്തും. ആ കാണുന്ന അരുവിയിൽ നിന്നും എന്റെ മക്കൾ വെള്ളം എത്രയോ കോരി. കിളിശല്യമായിരുന്നു വലിയ ഭീഷണി. പുലരുവോളം മരമണി മുഴക്കി. ഭാര്യ ഈ മുന്തിരിത്തോട്ടത്തിന് കാവലിരുന്നു. ഇതെന്റെ കൊച്ചു കുടുംബത്തിന്റെ സർവസ്വമാണ്. ഇവിടെ തളർക്കുന്നതും പൂക്കുന്നതും ഫലമണിയുന്നതും ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. സംഘത്തിന്റെ വിളവെടുപ്പ് പദ്ധതികൾ
വേണ്ട വിധം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സമയത്ത് തന്നെ വിളവെടുക്കണമല്ലോ. വിളവെടുപ്പ് തുടക്കം നാബോത്തിന്റെ തോട്ടത്തിൽ നിന്നായാൽ പിന്നെയുള്ള വിളവെടുപ്പുകൾക്ക് നാബോത്തിന് നേതൃത്വം നൽകാനാകുമല്ലോ. അത് നല്ല ആശയമാണ്. നാളെ തന്നെ വിളവെടുപ്പ് ആരംഭിക്കാം. നാളെ പുലർച്ചെ തന്നെ ആരംഭിക്കണം. നാബോത്ത്, നീ എന്തു പറയുന്നു? എല്ലാം നിങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ. നേരെ വേറെ വൈകി. ഇവിടെ നിന്നാൽ ഇനി നേരം പോകുന്നത് അറിയില്ല. നമുക്കിന്ന് പിരിയാം. നാളെ കാലത്ത് കാണാം. അത്താഴം എടുക്കട്ടെ? മക്കൾ കഴിച്ചോ? അവരപ്പം വന്നിട്ടേ കഴിക്കുമെന്ന വാശിയിലാണ്. എന്നാ വൈകിക്കണ്ട, വരൂ. قلبي اللي انت سبته يعد الليالي لسه عنك حكايته يا شاغل لي بالي. قلبي اللي انت سبته يعد الليالي لسه عنك حكايته يا شاغل لي بالي. والله حرام عليك في قلبي لما يصارع عينيك تخبي. والله حرام عليك في قلبي لما يصارع عينيك تخبي. حقه كان صدق ردك وانا حسيتها وسبتك وحدك مع اني ما ارتحت ببعدك الا اني ما هويت من بعدك. كان متهيأ لي زمان ان غرامك في عيونك بان. انا قمت هوي على طول حبيت ولقيت نفسي عاشق ولا انا لما تهيأ لي زمان ان غرامك في عيونك بان. انا قمت هوي على طول حبيت ولقيت. പ്രിയപ്പെട്ടവളെ, നിന്റെ പിറന്നാൾ ദിനമായെന്ന് എനിക്ക് വേണ്ടി നീ ഒരുക്കിയ ഈ ആനന്ദവേള നമുക്കേറെ ആസ്വാദ്യമായി. നർത്തനത്തെക്കാൾ നമ്മുടെ ശിരസിനെ മത്തുപിടിപ്പിച്ചത് സുഖതമായ വീഞ്ഞിന്റെ രുചിയായിരുന്നു. എല്ലാത്തിനും നന്ദി. പ്രഭു, ആ വീഞ്ഞ് വളരെ നന്നായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം അത് വിളമ്പിയത്. നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ആസ്വാദ്യകരമാണത്. നമ്മുടെ പട്ടമഹിഷി അക്കാര്യത്തിൽ ഒരു ഗവേഷണം തന്നെ നടത്തിയിരിക്കുന്നു എന്നർത്ഥം. പ്രഭു, നമ്മുടെ കൊട്ടാര സമുച്ചയത്തിന്റെ ബട്ടുപ്പാവിലെ ശയ്യാകാരത്തിലെ പടിഞ്ഞാറേ കിളിവാതിൽ തുറന്നാൽ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അങ്ങത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴുത്ത നീർമാതളത്തിന്റെയും മുന്തിരിയുടെയും സുഗന്ധവും വഹിച്ചെത്തുന്ന ഇറൻ കാറ്റ്. അത് നമുക്ക് ഏറെ ഇഷ്ടമാണ്. ആ സുഗന്ധം എവിടെ നിന്ന് വരുന്നു? ഞാനത് കണ്ടുപിടിച്ചു. നാബോത്തിന്റെ കൃഷിയിടത്തിൽ നിന്ന് വരുന്നതാണത്. വർഷം മുഴുവൻ തളിരിട്ട് നിൽക്കുന്ന നാബോത്തിന്റെ മുന്തിരിത്തോപ്പ് എനിക്കിപ്പോൾ വലിയ ബലഹീനതയാണ്. എനിക്കുള്ള ജന്മദിന സമ്മാനമായി നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അങ്ങെനിക്കായി നാബോത്തിൽ നിന്ന് വാങ്ങിത്തരണം. അതൊരു നിസ്സാരമായ സമ്മാനമല്ലേ? നാം അത് നൽകും. ഇനിയും എന്താണ് പ്രിയതമയ്ക്ക് വേണ്ടത്? ചോദിച്ചോളൂ. മറ്റൊന്നും വേണ്ട, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം മാത്രം. ആ തോട്ടം സന്ദർശിക്കാനും സ്വന്തമാക്കാനും പ്രിയെ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം.
എല്ലെല്ലും ഏലേലോ എല്ലെല്ലും ഏലേലോ ഏലേലോ എല്ലെല്ലും ഏലേലോ നമ്മുടെ വഞ്ചിയതാ കൊണ്ടുപോകുന്നു കുക്കുട കൂജനവും പൊങ്ങുന്നു കേട്ടില്ലേ എല്ലെല്ലും ഏലേലോ എല്ലെല്ലും ഏലേലോ ഏലേലോ എല്ലെല്ലും ഏലേലോ നമ്മുടെ വഞ്ചിയതാ കൊണ്ടുപോകുന്നു കുക്കുട കൂജനവും. മുന്തിരിക്കുലകൾ പൊട്ടിച്ചെടുക്കും തോറും വർദ്ധിക്കുന്നത് പോലെ ഇത്രയേറെ പഴക്കുലകൾ ഇലകൾക്കിടയിൽ മറഞ്ഞു കിടപ്പുണ്ടെന്ന് ആരറിഞ്ഞു? ഓരോ പൂക്കുല വിരിയുമ്പോഴും ഞാനതറിയുന്നുണ്ട്. അതിലെത്ര പഴങ്ങൾ ഉണ്ടാവുമെന്നും എനിക്കറിയാം. അപ്പാ, കൊട്ടാരത്തിലെ കുതിരവണ്ടി വരുന്നു. മഹാരാജാവിന് ഈ വഴി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടായിരിക്കും. ആ കുതിരവണ്ടി നേരെ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഏയ്, ആയിരിക്കില്ല. എന്നെ പോലൊരു സാധു മനുഷ്യനെ മഹാരാജാവ് ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യമെന്താ? വിളവെടുപ്പാണല്ലേ, നല്ല മുഹൂർത്തം. ഈ മുന്തിരിപ്പഴങ്ങൾ കണ്ടിട്ട് തന്നെ നാവി വെള്ളമൂറുന്നു. ഒരു കുല മുന്തിരി നമുക്ക് കൂടി തന്നൂടെ? മഹാരാജൻ മാപ്പാക്കണം. അങ്ങ് ഈ ദാസന്റെ കൃഷിയിടത്തിലേക്ക് എഴുന്നല്ലേ വിസ്മയത്തിൽ ഞാനെല്ലാം മറന്നു. മഹാരാജാവേ, കഴിച്ചാലും രുചിക്കാതെ സ്വാദറിയുന്നു നാം. എന്തൊരു മാധുരി! നാബോത്ത്, അലങ്കാരമായി പറയുകയില്ല, നീ കൃഷിയുടെ മർമ്മം അറിയുന്നവൻ തന്നെ. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് നാബോത്തിനെ പോലെയുള്ളവരാണ്. നമുക്കതിൽ അഭിമാനമുണ്ട്. മഹാരാജൻ, അവിടുത്തെ നല്ല വാക്കുകൾക്ക് വലിയ നന്ദി. വിയർപ്പൊഴുക്കിയാൽ പൊന്നു വിളയുന്നതാണ് നമ്മുടെ നാട്ടിലെ മണ്ണ്. കൃഷിക്കാരൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചാൽ മാത്രം മതി. ഇതൊക്കെ അയൽക്കാരായിരിക്കും അല്ലേ? നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്തു നിൽക്കാൻ. നമുക്ക് നാബോത്തിനോട് സ്വകാര്യമായി ചിലതൊക്കെ സംസാരിക്കാം. നാബോത്ത്, നിന്നെപ്പോലെ ഒരു മികച്ച കൃഷിക്കാരന് ഇത്രയും കൃഷിയിടം തീരെ പോരാ. നാം കൂടുതൽ കൃഷിസ്ഥലം നിനക്ക് നൽകും. അർഹതയ്ക്കുള്ള അംഗീകാരമാണത്. മഹാരാജാവിന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി. നാം അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കാര്യം നാമോത്ത് നമുക്കായും ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? നിന്റെ ഈ കൃഷിയിടം മഹാറാണിക്ക് നന്നായി ഇഷ്ടമായി. ഞാനിത് റാണിക്ക് ജന്മദിന സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു. പ്രതിഫലമായി പൊന്നോ പണമോ മറ്റ് കൃഷിയിടങ്ങളോ എന്തും നിനക്ക് നാം നൽകും. ചോദിച്ചോളൂ. മഹാരാജൻ, പറഞ്ഞോളൂ, നിനക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. അങ്ങനെ കരൾ പറിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാനതും ചെയ്യും. ദയവായി എന്റെ ഈ തോട്ടം, അങ്ങ് ആ മോഹം തിരികെ എടുക്കണം. നമ്മുടെ അധികാരത്തിന് മുന്നിൽ കേവലം ഒരു കൃഷിക്കാരന്റെ അവകാശവാദം വേണ്ട. രാജ്യവും രാജ്യത്തുള്ള സർവവും രാജാവിന് അവകാശപ്പെട്ടതാണ്. കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ നാബോത്ത്? മഹാരാജാവേ, അങ്ങയുടെ രാജമോഹങ്ങൾക്ക് മുമ്പിൽ ദുർബലനായ ഈ കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾക്ക് തെല്ലും സ്ഥാനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപേക്ഷിക്കുകയാണ്. അടിയങ്ങളുടെ പ്രിയപ്പെട്ട ഈ മണ്ണിൽ അങ്ങ് അവകാശവാദം ഉന്നയിക്കരുത്. വിലപേശൽ നമ്മോട് വേണ്ട. നമുക്കതിൽ തെല്ലും താല്പര്യവുമില്ല. അടിയന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവനുള്ള സ്മരണകൾ പച്ചപിടിച്ചു നിൽക്കുന്ന മണ്ണാണിത്. പിതാമഹന്മാരുടെ ആത്മാവുകൾ അന്തിയുറങ്ങുന്ന മണ്ണ്. ദയവായി ഇത് മാത്രം അടിയനോട് ചോദിക്കരുത്. നിന്റെ ന്യായവാദങ്ങൾ കേൾക്കാൻ നാം അവസരമൊരുക്കുന്നുണ്ട്. അവിടെ നിനക്ക് വേണ്ടത് ലഭ്യമാവുക തന്നെ ചെയ്യും. ഈ നാട് വാഴുന്നത് പ്രജാവത്സലനായ ആഹാബ് മഹാരാജാവാണ്. ഇല്ല, ഞാനിത് ആർക്കും വിട്ടുതരില്ല.
എനിക്കതിന് കഴിയില്ല. എന്റെ പുന്നാര മക്കൾ, അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? പകലത്തിയോളം വെള്ളം കോരി തളർന്നു മയങ്ങുന്ന അരുമകൾക്ക് വിളവെടുപ്പ് നാളിൽ ഒരു കുല മുന്തിരി ഇടത്തി രുചിക്കാൻ ഭാഗ്യമില്ലെന്നോ? രാത്രികളെ നിദ്രാവിഹീനങ്ങളാക്കി തോട്ടത്തിന് കാവിലിരുന്ന എന്റെ സഹധർമ്മിണിയുടെ കണ്ണീരിന് മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇല്ല, എനിക്കാവില്ല. ഞാൻ ഈ മണ്ണാർക്കും വിട്ടുകൊടുക്കില്ല. ഞാനും മക്കളും എല്ലാം കേട്ടു. നമ്മൾ ഈ മണ്ണ് വിട്ട് എവിടെ പോകാൻ? അപ്പ വേണ്ടപ്പ, നമ്മുടെ മുന്തിരിത്തോട്ടം ആർക്കും കൊടുക്കണ്ടപ്പ. വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. നമുക്കിത് ആർക്കും കൊടുക്കണ്ടപ്പ. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ എന്റെ ഈ കൃഷിയുടെ മേലിൽ നിന്ന് തട്ടിയെടുക്കരുതെന്ന് പറയാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ചിന്തിച്ച് മനസ്സിൽ മുറിവുണ്ടാക്കേണ്ട. മൗനമാണ് ഭൂഷണം. നാബോത്ത്, രാജതാൽപര്യമാണ്. ഭൂമി രാജാവിന് അവകാശപ്പെട്ടതാണ്. അഥവാ മറിച്ചാണെന്ന് പറയാൻ ആർക്കാണ് ശക്തിയുള്ളത്? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. എനിക്കും മക്കൾക്കും അവകാശപ്പെട്ട മണ്ണാണിത്. ഞാനത് ആർക്കും വിട്ടുകൊടുക്കില്ല. നാബോത്ത്, നീ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ശാഠ്യം പിടിക്കുകയാണ്. നിന്റെ അവകാശവാദങ്ങൾക്ക് അംഗീകാരം എന്നത് ഒരു പാഴ്സ്വപ്നം മാത്രമാണ് ചങ്ങാതി. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം, എന്റെ ചോരയും നീരും കുടിച്ചു കുതിർന്ന മണ്ണാണിത്. ഇല്ല, ഞാനിത് ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ തോട്ടത്തിന് പകരമായി കൂടുതൽ കൃഷിയിടം നേടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് നിന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് നല്ലത്. അധികാരികളുടെയും പ്രതാപികളുടെയും പിണിയാടുകളുടെ ശബ്ദമാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങൾ രാജപക്ഷപാതികളാണ്, അധർമ്മത്തിന് വിളക്ക് തെളിക്കുന്നവർ. ദുഃഖമുണ്ട് നാബോത്ത്. ദുർബലരായ മനുഷ്യർക്ക് സ്വന്തമുള്ളതൊന്നും സംരക്ഷിക്കാൻ കഴിയാത്ത വൃത്തികെട്ട വ്യവസ്ഥിതിയുടെ അവസാന പണിയിലെ ചിലമ്പിച്ച സ്വരമാണ് നമ്മുടേത്. ഇത് വിധിയാണ്. വിധി? നിസ്സഹായരായ മനുഷ്യർക്ക് സ്വയം സമാധാനിക്കാൻ ആരോഗ്യ നിരർത്ഥക മന്ത്രം അതേച്ചു ചൊല്ലാൻ എനിക്ക് മനസ്സില്ല. ഇത് വിധിയല്ല, അടിച്ചേൽപ്പിക്കപ്പെടുന്ന അഹന്തയാണിത്. നാബോത്ത്, പ്രതികരിക്കാൻ ആയുധമില്ലാത്തവന്റെ ആത്മഹത്യാപരമായ നീക്കമാണിത്. നാശത്തിലേക്കുള്ള കുതിപ്പ്. ഇല്ല, എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയില്ല. എന്റെ കണ്ടനാളത്തിലെ അവസാന സ്വരവും അസ്തമിച്ചെങ്കിൽ മാത്രമേ അധികാരത്തിന്റെ നിർലജ്ജമായി കാടത്തത്തിനെതിരെ നിശബ്ദനായിരിക്കാൻ കഴിയൂ. ഞാൻ ഉറക്കെ തന്നെ പറയും, ഇത് അനീതിയാണ്, അധർമ്മമാണ്, ചൂഷണമാണ്. മഹാരാജാവിന്റെ ഉടവാളിന്റെ മൂർച്ച രുചിക്കാൻ കഴുത്ത് നീട്ടുന്നതിന് മടിയുണ്ടായിട്ടല്ല. ആ പ്രവർത്തിക്ക് അർത്ഥമില്ലാത്തത് കൊണ്ടാണ് തോട്ടം വിട്ടുകൊടുക്കുവാൻ നിന്നെ ഉപദേശിച്ചത്. ഇനി നിന്റെ യുദ്ധം പോലെ. സഹോദരന്റെ അവകാശത്തിന്മേൽ അതിക്രമിച്ചു കിടക്കുന്നവന്റെ കിരാത ക്രൂരത കൊണ്ട് പോരാടാൻ ത്രാണിയില്ലെങ്കിൽ കടന്നു പൊയ്ക്കൊള്ളൂ, കടന്നു പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ. നാബോത്ത്, നിന്റെ വിധിയോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. പക്ഷെ നാബോത്ത്, നിന്റെ നിശ്ചയദാർഢ്യം ഞങ്ങളെ അഭിമാന പുളകിതരാക്കുന്നു. നിന്റെ ഈ തുടക്കത്തിൽ ഞങ്ങളുടെ മനസ്സുകൾ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പൊയ്ക്കൊള്ളൂ, എല്ലാവരും പൊയ്ക്കൊള്ളൂ. എല്ലാം എനിക്ക് നഷ്ടമായിക്കൊള്ളട്ടെ. ഞാൻ മക്കളെ പോലെ പരിലാളിച്ച ഈ മുന്തിരിത്തോട്ടവും നശിക്കട്ടെ. ഇത് മറ്റാരും അനുഭവിക്കാതെ നശിക്കട്ടെ, നശിക്കട്ടെ, നശിക്കട്ടെ. മക്കളെ, അനുസരിക്കുകയേ തരമുള്ളൂ. ദുർബലന്റെ എതിർപ്പിന് എന്ത് പ്രസക്തി? അധികാരവർഗത്തിന്റെ കൈകളിലെ കളിപ്പാട്ടങ്ങളാണ് നാം. ചരട് വലിക്കുന്നതനുസരിച്ച് ആടിക്കളിക്കാൻ വിധിക്കപ്പെട്ടവർ
മക്കളുടെ വേദന ഒരപ്പന് മനസ്സിലാകും. ഭാര്യയുടെ നൊമ്പരം ഒരു ഭർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ ആര് മനസ്സിലാക്കാൻ? വരട്ടെ, എന്തും വരട്ടെ. ഞാൻ ഈ മണ്ണൊരു രാജാവിനും വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബജീവിതം അതൊരു രാജാവിനും അംഗീകരിക്കാനാവില്ലെങ്കിലും അന്ധരെ പോലെ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കെന്നല്ല ലോകത്തൊരു ഗൃഹനാഥനും കഴിയില്ല. വിട്ടുകൊടുക്കില്ല ഞാൻ. ഈ മണ്ണ് എന്റെ ചോരയാണ്, എന്റെ വിയർപ്പാണ്, എന്റെ ജീവനാണ്. ഇല്ല, എന്നിൽ നിന്ന് വേർപെടുത്താൻ ഒരു രാജാവിനും ഒരു അധികാരത്തിനും കഴിയില്ല. രാജാവിന്റെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തുറങ്കിലടച്ചേക്കാം, എന്നെ കഴിവേറ്റി കൊന്നേക്കാം. അതാണ് സ്വന്തം ജീവിതാവകാശങ്ങൾ മറ്റൊരാൾ കവർന്നെടുക്കുന്നത് വെറും കൈയോടെ നോക്കി വിലപിക്കുന്നതിനേക്കാൾ നല്ലത്. ഇല്ല, ഞാൻ ഈ മണ്ണ് ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. മഹാ അപരാധം ചെയ്തവന് തുല്യമായി ജനമധ്യത്തിൽ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി ചെയ്യാത്ത കുറ്റങ്ങൾ കള്ളസാക്ഷികളുടെ പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ സ്വീകരിച്ച് ശിക്ഷിക്കപ്പെട്ട നാബോത്ത് ആത്മാഭിമാനത്തിന് ഏറ്റ ക്ഷതം മുൻനിർത്തി ആത്മാഹൂതി ചെയ്തു എന്നതാണ് തുടർക്കഥ. എന്നാൽ അധികാരികളുടെ പീഡനങ്ങൾക്ക് മുന്നിൽ പതറാതെ നിലകൊണ്ട ആത്മാഭിമാനിയുടെ ജീവിതകഥ അവിടം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പിറന്ന മണ്ണിനു വേണ്ടി പ്രാണൻ കൊടുത്ത ധീരദേശാഭിമാനികൾക്കൊപ്പം നമ്മുടെ സ്മരണകളിൽ നാബോത്ത് എന്നും ജീവിക്കട്ടെ. അവതരണം സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ച്, STSMCC, ബ്രിസ്റ്റോൾ. സ്പോൺസർ കോസ്റ്റ്യൂം RS, ബ്രിസ്റ്റോൾ UK. രചന ജോസഫ് പാണാടൻ, ചങ്ങനാശ്ശേരി.